ഇൻ്റർമീഡിയറ്റ് വിഭാഗം പ്രസംഗം ഏഞ്ചൽ ആൻ്റണി ഫസ്റ്റ് സി ഗ്രേഡ്. ഉപന്യാസം ഏഞ്ചൽ ആൻ്റണി സെക്കൻഡ് ബി ഗ്രേഡ്. സീനിയർ വിഭാഗം സംഗീതം ബോയ്സ് ബെസിലി തോമസ് ഫസ്റ്റ് ബി ഗ്രേഡ്, അനീഷ് ജോൺ സെക്കൻഡ് ബി ഗ്രേഡ്. പ്രസംഗം ബ്ലസി അനീഷ് ഫസ്റ്റ് എ ഗ്രേഡ്, ബൈബിൾ കിസ് ലോവിസ് ബെസിലി സെക്കൻഡ് എ ഗ്രേഡ്. വാക്യമെഴുത്ത് ലോവിസ് ബെസിലി സെക്കൻഡ് എ ഗ്രേഡ്. ഉപന്യാസം ബ്ലസി അനീഷ് തേർഡ് ബി ഗ്രേഡ്. കഥ ബ്ലസി അനീഷ് സെക്കൻഡ് എ ഗ്രേഡ്. പൊതുമത്സരങ്ങൾ ചിത്രരചന സഞ്ജു വർഗീസ് ഫസ്റ്റ് എ ഗ്രേഡ്, ലോവിസ് ബെസിലി തേർഡ് ബി ഗ്രേഡ്. ക്ലാസിക്കൽ മ്യൂസിക് ഷെറിൻ ജീവൻ സെക്കൻഡ് ബി ഗ്രേഡ്. ഇലക്ട്രോണിക് ടൈപ്പ് കീബോർഡ് ഫെബിൻ സാം ആൻ്റണി സെക്കൻഡ് ബി ഗ്രേഡ്. വിൻഡ് ടൈപ്പ് ഫെബിൻ സാം ആൻ്റണി സെക്കൻഡ് ബി ഗ്രേഡ്. ഗ്രൂപ്പ് സോങ് വോക്കൽ ജിംഗിൾ ആൻഡ് പാർട്ടി സെക്കൻഡ് എ ഗ്രേഡ്. ഗ്രൂപ്പ് സോങ് ഓർക്കസ്ട്ര അനീഷ് ആൻഡ് പാർട്ടി ഫസ്റ്റ് എ ഗ്രേഡ്. 324 പോയിൻ്റ് നേടി നമ്മുടെ തൃശ്ശൂർ വെസ്റ്റ് സെൻറ്റർ ഒന്നാം സ്ഥാനം നേടുകയുണ്ടായി. അത് നമ്മുടെ സഭയിൽ നിന്ന് പങ്കെടുക്കുകയും വിജയികളാവുകയും ചെയ്ത എല്ലാവർക്കും PIPയുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അടുത്ത ഡിസംബർ 14-ാം തീയതിയാണ് സ്റ്റേറ്റ് താലന്ത് പരിശോധന നടക്കുന്നത്. അതിനെല്ലാവരും ഒരുങ്ങുക. ഇന്നത്തെ PIPയുടെ അധ്യക്ഷനായിട്ട് KL ജോഷി അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യം പ്രാർത്ഥനയ്ക്കായി നമ്മളൊരാളെ ക്ഷണിക്കുന്നു. അതിന് പ്രാർത്ഥിക്കാം. വില്യംസ് പ്രാർത്ഥിക്കും. ആരോടും സഹായിച്ച സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധനയുടെ ചേർത്ത് PIPയുടെ മീറ്റിംഗ് നടത്തുവാൻ സ്തോത്രത്തെ സഹായിച്ച സ്തുതിക്കുന്നു. അടുത്ത പരിപാടികളെല്ലാം നല്ല രീതിയിൽ നടക്കുവാൻ എൻ്റെ ദൈവയുടെ ഒരുത്തുമാറാണ് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അധ്യക്ഷനെ പ്രിയപ്പെട്ട എല്ലാവരോടും പ്രാർത്ഥിക്കുന്നു, സഹായിക്കുമാറാണ്. പ്രാർത്ഥന കേട്ടാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അടുത്തൊരു പാട്ട് ശ്രദ്ധിക്കാം. അതിനായിട്ട് സുജിത്തിനെ ക്ഷണിക്കും. എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു, എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു, എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ, എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ദുഃഖമോ പട്ടിണിയോ ആപത്തോ ഈർച്ചവാളോ ഉഷസോ സന്ധ്യയാതോ ഇരുളോ പ്രകാശമോ, എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ, എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു, എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു, എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ, എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ഉയർച്ച താഴ്ചയാതോ ലാഭമോ നഷ്ടമാതോ മാറയോ ചെങ്കടലോ എരിഹോം യോർദാനതോ, എൻ്റെ എല്ലാ കാലത്തും
കരുതുന്നോനേശു എന്നെന്നും കാക്കുന്നോനേശു എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ദൈവത്തിന് സ്തോത്രം. കൊച്ചു നല്ല മനോഹരമായ പാട്ട് പാടി ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രോഗ്രാമിനായി സെക്രട്ടറി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമം മഹത്വപ്പെടുമാകട്ടെ. 20/10/2024 നടന്ന PIP റിപ്പോർട്ട്. ദൈവത്തിന് സ്തോത്രം. ബ്രദർ AC തിമോത്തി അധ്യക്ഷനായി തിരഞ്ഞെടുത്ത മീറ്റിങ്ങിൽ ബ്രദർ സുജിത്ത് മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് സെക്രട്ടറി കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും തുടർന്ന് ബെഞ്ചമിൻ ബാബു സങ്കീർത്തന പാഠം പറയുകയും തുടർന്ന് ബ്രദർ ജിനിമോൻ താൻ രചിച്ച പുതിയ ഗാനം മനോഹരമായി ആലപിച്ചതിന് ശേഷം ഒരു ചെറുകഥ സിസ്റ്റർ ആൽവീന അജി അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് സിസ്റ്റർ അദീന നടത്തിയ സ്പെഷ്യൽ പ്രോഗ്രാമിൽ ബ്രദർ സുജിത്ത്, ഫേബ, തവീത എന്നിവർ പങ്കെടുക്കുകയും സിസ്റ്റർ മർഫി ജോയ്സൺ വിജയാവുകയും ചെയ്തു. തുടർന്ന് ഫിയോണ സയോണ എന്നിവർ ചേർന്ന് മനോഹരമായി ഒരു ഹിന്ദി ഗാനം ആലപിച്ചതിന് ശേഷം സങ്കീർത്തനം 34 ഏബൽ അജി മനപ്പാഠം പറയുകയും ചെയ്തു. തുടർന്ന് നിസ്തുലനായ ക്രിസ്തു എന്ന വിഷയത്തെ ആസ്പദമാക്കി ബെനിറ്റ ബാബു മനോഹരമായി പ്രസംഗിച്ചതിന് ശേഷം എഫ്രൈം മനോഹരമായൊരു ഗാനം ആലപിക്കുകയും ചെയ്തു. തുടർന്ന് സിസ്റ്റർ സൗമ്യ ജോമോൻ നടത്തിയ ജനറൽ ബ്ലഡ് ക്വിസിൽ സിസ്റ്റർ ലോവിസ് 1ാം സ്ഥാനം നേടുകയും ചെയ്തു. തുടർന്ന് ഫാമിലി സോങ് പാസ്റ്റർ ഷാജിമോൻ ആൻഡ് ഫാമിലി മനോഹരമായി പാടിയതിനു ശേഷം അധ്യക്ഷൻ ആശംസാ സന്ദേശം നൽകുകയും പ്രോഗ്രാം അവതരിച്ചവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. തുടർന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തു എന്ന് PIPക്ക് വേണ്ടി സെക്രട്ടറി. സങ്കീർത്തന മനപ്പാഠം ഷാൽവിറ്റ് തിംതി. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 1. ദുഷ്ടന്മാരുടെ ആലോചന നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസത്തെ വിവർത്തിക്കാതെയും യോടെ ജ്ഞാനമേനത്തിൽ സന്തോഷിച്ചവന് ജ്ഞാനപരത്തിൽ രാപകതാണിക്കുന്ന ഭാഗ്യവാൻ. അവൻ ആറ്റിയിട്ട് നട്ടിരിക്കുന്ന തക്കാലത്ത് ഫലം കഴിക്കുന്നതും ഇലവാടമഴ വിഷ പോലെ നിൽക്കുകയും ചെയ്യുന്ന സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, കാറ്റ് പറ്റുന്ന പൊതി പോലെ അത്രേ. ആകിയാൽ ദുഷ്ടന്മാർ നാല് സ്ഥലത്തിലും പാപികൾ നീതിയോടെ സഭയിൽ നിലനിൽക്കില്ല. യഹോവ നീതിയോടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശനമാകുന്നു. താങ്ക് യു. കൊച്ചിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തായിട്ട് പാട്ട് ആൽവിൻ ജോമോൻ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ
ഒരു പാട്ട് നമുക്ക് കേൾപ്പാൻ ഇടയായിരുന്നു. കൊച്ചിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നല്ലൊരു കഥ കേൾക്കാം. എഡ്വിൻ ജോമോൻ. ദൈവനാഥന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥയാണ് 2 മൺകുടങ്ങൾ. ഒരിടത്ത് ഒരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹം നല്ലവനും അധ്വാനശീലിയുമായിരുന്നു. അദ്ദേഹത്തിന് 2 മൺകുടങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം എന്നും പുഴയിൽ പോയി വെള്ളം കോരുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം വെള്ളം കോരുന്നതിനിടയിൽ ഒരു മൺകുടം പൊട്ടി അതിന് വിള്ളലുണ്ടായി. അപ്പോൾ അത് മൺകുടത്തിൽ കൊണ്ടുപോകുന്ന വെള്ളം മൊത്തം പാഴായി പോകുമായിരുന്നു. വീട്ടിലെത്തുമ്പോൾ വളരെ കുറച്ച് മിച്ചം വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ട പൊട്ടാത്ത മൺകുടം പൊട്ടിയ മൺകുടത്തോട്, ആഹാ, നീ പൊട്ടിയതാണ്. നിന്നെ കൊണ്ട് യജമാനന് ഒരു ഉപകാരമില്ല. എന്നെ കൊണ്ടാണ് ഈ യജമാനന് കൂടുതൽ ഉപകാരം. നിന്നെ വൈകാതെ തന്നെ യജമാനൻ കളയും. ആഹാ. ഇത് കേട്ട് പൊട്ടിയ മൺകുടത്തിന് വളരെ സങ്കടമായി. പക്ഷേ ഈ കർഷകൻ പൊട്ടിയ മൺകുടത്തിനെ കളഞ്ഞില്ല. ഒരുപാട് നാൾ ഇതിൽ തന്നെ വെള്ളം കോരുമായിരുന്നു. ഒരു ദിവസം വെള്ളം കോരുന്നതിനിടയിൽ ഈ പൊട്ടിയ മൺകുടം ചോദിച്ചു, യജമാനനെ, താങ്കൾക്ക് എന്നെ കളഞ്ഞിട്ട് വേറെ ഇത് വാങ്ങിച്ചൂടെ? ഞാൻ എന്തോരം വെള്ളമാണ് പാഴാക്കി കളയുന്നത്. ഇത് കർഷകൻ പറഞ്ഞു, ആര് പറഞ്ഞു നിന്നെക്കൊണ്ട് ഒരു ഉപകാരവുമില്ലെന്ന്? നീ ഈ വഴിയിലേക്കൊന്ന് നോക്കി, എന്തോരം പച്ചക്കറികളും ചെടികളും പൂക്കളുമാണ് വളർന്നു നിൽക്കുന്നത്. നിൻ്റെ പൊട്ടിയ വിള്ളലിൽ കൂടെ പോകുന്ന വെള്ളം പോയിട്ടാണ് ഇത്രയും ചെടി വളർന്നത്. അതുകൊണ്ട് നീയാണ് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത്. ഇത് കേട്ട പൊട്ടിയ മൺകുടത്തിന് വളരെ സന്തോഷമായി. പൊട്ടാത്ത മൺകുടം ഇത് കേട്ട് നാണിച്ച് തലകുനിച്ച് പൊട്ടിയ മൺകുടത്തിനോട് ക്ഷമ ചോദിച്ചു. പ്രിയ കൂട്ടരെ, നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ കണ്ട് നമ്മൾ അവരെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യരുത്. നമ്മുടെ കുറവുകൾ കണ്ട് നമ്മൾ വിഷമിക്കുകയും ചെയ്യരുത്. ബൈബിളിൽ കുറേ കുറവുകളുള്ള ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. അതിലൊരാളാണ് മോശ. തനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം തന്നെ ഇസ്രായേൽ മക്കളുടെ മുഴുവൻ നേതാവാക്കി. പ്രിയരെ, നമ്മുടെ കുറവുകളെ കണ്ട് നമ്മൾ വിഷമിക്കരുത്. എല്ലാ കുറവുകളും നന്മയാക്കി തീർക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരെയും വളരെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു കഥ കേൾപ്പാൻ നമുക്കിടയായി തീർന്നു. തുടർന്ന് ഒരു സങ്കീർത്തന മനപ്പാഠം. എഫ്രൈം ജെയ്മി. യഹോവേ, നിന്നെ കോപത്തിൽ ശിക്ഷിക്കരുത്, നിന്നെ ക്രോധത്തിൽ ദണ്ഡിപ്പിക്കരുത്. യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. എൻ്റെ പ്രാണന് അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു. നീ യഹോവേ എത്രത്തോളം? യഹോവേ, തിരിഞ്ഞെൻ്റെ പ്രാണനെ വിടുവിക്കണമേ. മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ. പാതാളത്തിൽ ആ നിനക്ക് സ്തോത്രം ചെയ്യും. എന്നെ നിറക്കം കൊണ്ട് ഞാൻ തളർന്നിരിക്കുന്നു. രാത്രി മുഴുവൻ എൻ്റെ കിടക്ക ഒഴുക്കുന്നു. കണ്ണുനീർ കൊണ്ട് എൻ്റെ കട്ടിനെ നനയ്ക്കുന്നു. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഞ്ഞിരിക്കുന്നു. എൻ്റെ സകല വൈരികൾ ഹേതുവായി ക്ഷീണിച്ചിരിക്കുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും എന്നെ വിട്ടു പോകുവിൻ. യഹോവ എൻ്റെ കരച്ചിൽ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ പ്രാർത്ഥന കൈകൊള്ളും. എൻ്റെ ശത്രുക്കളെല്ലാവരും ലജ്ജിച്ച് പ്രബിംബിക്കും. അവൻ പ്രതിദിനം പെട്ടെന്ന് നാണിച്ചു പോവും. പടം പറയാൻ ഇന്ന് സഹായിച്ചതിനെ സ്തോത്രം ചെയ്യുന്നു. അടുത്തത് പ്രസംഗം ഫിയോണ. അധ്യക്ഷനും ശേഷം സന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും മനസ്സിലാവുന്ന എൻ്റെ പ്രസംഗ വിഷയമാണ് ദൈവസ്നേഹം. ഈ ലോകത്തിലെ സ്നേഹം മാറിപ്പോകുമ്പോൾ മാറാതെ മങ്ങാതെ ഇരിക്കുന്നതാണ് ദൈവസ്നേഹം. തൻ്റെ പുത്രനെ യാഗമായി തീർത്താണ് ദൈവസ്നേഹം. ഭാവിയിലായ നമ്മളെ വീണ്ടെടുപ്പ് അവസാന തുള്ളി രക്തം വരെ ഊട്ടിത്തന്നതാണ് ദൈവസ്നേഹം. വിശുദ്ധ വേദപുസ്തകത്തിലാകുന്നതിന് വലിയ സന്ദേശമാണ് ദൈവസ്നേഹം. കുടുംബമാക്കി കാഴ്ച ഇറങ്ങി കുഷ്ഠരോഗി സൗഖ്യം നൽകുകയും തലവാദ രോഗി സൗഖ്യം നൽകുകയും വിശപ്പുള്ളവർക്ക് ആഹാരം കൊടുക്കുകയും മരിച്ചുപോയി ഉയർപ്പിക്കുക, ഇതെല്ലാം ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകമാണ്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാൽ എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിരുമ്പെന്ന കൈത്താളമോ അത്രേ. യോഹന്നാൻ 3:16 പറയുന്നു, തൻ്റെ യജമാനനെ പുത്രനെ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജയം പ്രാപിക്കണം. ദൈവം അവനെ നൽകുവാൻ തക്കണം ഈ ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണ്. മർക്കോസ് 12:30 പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം.
ദൈവം സ്നേഹമാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. കർത്താവ് തൻ്റെ സുവിശേഷത്തോട് നീളം ഉപമകളായി പഠിപ്പിക്കുന്നു. നല്ല ശമരിയക്കാരൻ്റെ കഥ, മുടിയനായ പുത്രൻ്റെ കഥ, ചുങ്കക്കാരൻ്റെ കഥ, ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന ശത്രുക്കളെ പോലെ സ്നേഹിക്കണമെന്നാണ്. കർത്താവ് നമ്മെ സ്നേഹിച്ചു പോകാൻ നമ്മൾ തമ്മിൽ സ്നേഹിക്കണം. ദൈവസ്നേഹം മാത്രമേ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് നല്ലൊരു ലോകം പറ്റുത്താൻ നമ്മളെവരും ദൈവം അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇടയിൽ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ദൈവം നമ്മളെവരും അനുഗ്രഹമാകട്ടെ. ആമേൻ. മേഘത്തെക്കുറിച്ച് ഒരു പ്രസംഗപ്പടിയായി തീർന്നു. പൈതലിനെ ദൈവം സഹായിക്കട്ടെ. തുടർന്ന് ഒരു പാട്ട് കേൾക്കാം. ജുവാന സിയോണ. എന്തു തണ്ടു ഇത്ത ചേനിപ്പാൻ മാണിപ്പാൻ യേശുവേ, യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു തിബേദാൽ യേശുവേ. പാപിയായിരുന്നൊരു താളത്തും പാപത്തനായൊരു നാളിലും ക്രൂശിൽ ജനിച്ച നാളിലും നീ എന്നെ ക്ഷണിച്ചല്ലോ. എന്തു കണ്ടു ഇത്ര ചേരിപ്പാൻ, ഇത്ര മാണിപ്പാൻ യേശുവേ, യോഗ്യ അല്ല ഇതു പാപിപ്പാൻ, ഇതു കൃപയാൽ യേശുവേ. പ്രവാചകന്മാർ എന്ന വിഷയത്തെക്കുറിച്ച് ബൈബിൾ കിസ് ലോവിസ്, സിസ്റ്റർ ലോവിസ്. മെമ്പേഴ്സ് എല്ലാവർക്കും വേഗമെന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രവാചകന്മാർ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സഹോദരന്മാർ എയും സഹോദരന്മാർ ബിയും. ആദ്യം സഹോദരിമാർ. ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചു എന്ന് പറഞ്ഞ പ്രവാചകൻ ആര്? ആനി ആൻറ്റി. ഇരമ്യാവ് ആൻസർ. അടുത്തത് സഹോദരന്മാർ. സത്യം പറഞ്ഞതിനാൽ അടികൊണ്ട പ്രവാചകൻ ആര്? പ്രവാചകന്മാരുടെ ക്വസ്റ്റ്യൻസാണ്. മീഖായാവ്. ആൻസർ ശരിയാണ്, മീഖായാവ്. ജോമോൻ ചേട്ടൻ. അടുത്തത് സഹോദരിമാർ. സാക്ഷ്യം പൊതിഞ്ഞു കെട്ടുവാൻ പറഞ്ഞ പ്രവാചകൻ ആര്? യെശയ്യാവ്. ബ്ലെസ് ചേച്ചി. അടുത്ത സഹോദരിമാർ. താമ്രം പോലുള്ള പുരുഷനെ കണ്ട പ്രവാചകൻ ആര്? എഹസ്കേൽ. ജോമോൻ ചേട്ടൻ. അടുത്തത് സഹോദരിമാർ. നിനവയെക്കുറിച്ച് അരുളപ്പാട് കിട്ടിയ പ്രവാചകൻ ആര്? പാസ്. ശരിയാ. അടുത്തത് സഹോദരന്മാർ. ആസ കാരാഗ്രഹത്തിൽ അടച്ച പ്രവാചകൻ ആര്? ആസ കാരാഗ്രഹത്തിൽ അടച്ച പ്രവാചകൻ. പാസ്. സഹോദരിമാർ. അല്ല. ആൻസർ ഞാൻ പറയാം. ഹനാനി. അടുത്തത് താമ്രപർവ്വതങ്ങളെ ദർശിച്ച പ്രവാചകൻ ആര്? സക്കരിയാവ്. ബ്ലെസ് ചേച്ചി. ആൻസർ ശരിയാണ്, സക്കരിയാവ്. അടുത്ത സഹോദരന്മാർ. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ എന്ന് വിലപിച്ച പ്രവാചകൻ ആര്? ഞാൻ യഹോവയോട് പാപം ചെയ്തുവല്ലോ എന്ന് പ്രവചിച്ച പ്രവാചകൻ ആര്? ഞാൻ യഹോവയോട് പാപം ചെയ്തുവല്ലോ എന്ന് പറഞ്ഞ പ്രവാചകൻ ആര്? മീഖ. ജോമൻ ചേട്ടൻ. ആൻസർ ശരിയാണ്, മീഖ. അടുത്ത സഹോദരിമാർ. ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട പ്രവാചകൻ ആര്? ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട പ്രവാചകൻ ആര്? എല്ലാവർക്കും അറിയാവുന്ന ആൻസർ തന്നെയാണ്. അല്ല. ക്വസ്റ്റ്യൻ പാസ് ചെയ്യുന്നു സഹോദരന്മാർ. അല്ല. ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട പ്രവാചകൻ. യെസ്, അത് ആൻസർ ശരിയാണ്, ഇരമ്യാവ്. അടുത്തത് യഹോവ ഒരു യാഗസദ്യ ഒരുക്കി എന്ന് പറഞ്ഞ പ്രവാചകനാര്? യഹോവ ഒരു യാഗസദ്യ ഒരുക്കി എന്ന് പറഞ്ഞ പ്രവാചകനാര്? സഹോദരിമാർ. പാസ് ചെയ്യാം സഹോദരന്മാർ. ശരിയാ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഇത് ആർക്ക് വേണമെങ്കിൽ ആൻസർ പറയാം. എക്കോ ബിക്കോ ആർക്ക് വേണമെങ്കിൽ പറയാം. ഒരു പ്രവാചകൻ മറ്റൊരു പ്രവാചകൻ്റെ ചെകിട്ടത്തടിച്ചു. ഈ പ്രവാചകന്മാർ ആരല്ല? അല്ല. ചെകിട്ടത്തടിച്ചത്
ഒരു പ്രവാചകൻ മറ്റൊരു പ്രവാചകൻ്റെ ചെകിട്ടത്തടിച്ചു. ഈ 2 പ്രവാചകന്മാരുടെ പേര് പറയണം. ഏകദേശം പറഞ്ഞു, കുഴപ്പമില്ല. തിമത്തേട്ടൻ മീഖായാവിൻ്റെ ചെകിട്ടത്ത് സിദക്യാവ് അടിച്ചു. ആൻസർ പകുതി പറഞ്ഞുകൊണ്ട് മാർക്ക് കൊടുക്കാം, കുഴപ്പമില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടി. ഹസായേലിനെ കണ്ണ് പറിക്കാതെ ഉറ്റുനോക്കിയ പ്രവാചകനാര്? ജോമൻ ചേട്ടൻ. ഇലീശ. ജോമോൻ 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. പ്രോത്സാഹന സമ്മാനം. അടുത്തതായി ഒരു പഴയ സോങ് കേൾക്കാം. അതിനായി ജോയ് ജോസഫിന് ക്ഷണിക്കും. മണ്ണിലേകനായി മനുജാതിക്കായി വന്നതാ ഉന്നതാധിപാ മനുവേല വന്നനാ. ജ്ഞാനം ധനവും മാനവും സ്വീകരിക്കുവാൻ, ജ്ഞാനം ധനവും മാനവും സ്വീകരിക്കുവാൻ വാനം ഭൂമിയാകയും യോഗ്യനാംബവ, വാനം ഭൂമിയാകയും യോഗ്യനാംബവ മനുവേല വന്നനാ. മണ്ണിലേകനായി മനുജാതിക്കായി വന്നതാ ഉന്നതാധിപാ മനുവേല വന്നനാ. കുപ്പയിൽ നിന്നുയർത്തി നീ ശ്രേഷ്ഠരാന്നരാ, കുപ്പയിൽ നിന്നുയർത്തി നീ ശ്രേഷ്ഠരാന്നരാ. കൊപ്പമിരുത്തി എണ്ണയൻ നൽകുതാം പരാ, കൊപ്പമിരുത്തി എണ്ണയൻ നൽകുതം പരാ മനുവേല വന്നനാ. മണ്ണിലേകനായി മനുജാതിക്കായി വന്നതാ ഉന്നതാധിപാ മനുവേല വന്നനാ. ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. നീ കൃപ കാട്ടി നായക ജീവദായക, നീ കൃപ കാട്ടി നായക ജീവദായക മനുവേല വന്നനാ. മണ്ണിലേകനായി മനുജാതിക്കായി വന്നതാ ഉന്നതാധിപാ മനുവേല വന്നനാ. താങ്ക് യു. സ്പെഷ്യൽ പ്രോഗ്രാമാണ്. നല്ലൊരു സമ്മാനമുണ്ട്, ചോക്ലേറ്റ്. അപ്പോൾ പേര് പറയാതെ തന്നെ 5 പേര് 2 സൈഡിൽ നിന്ന് വരാം. ആണുങ്ങളുടെ സൈഡിൽ നിന്ന് 5 പേര്, പെണ്ണുങ്ങളുടെ സൈഡിൽ നിന്ന് ആർക്ക് വേണമെങ്കിൽ വരാം. സമ്മാനം നല്ല സിൽക്കിൻ്റെ ചോക്ലേറ്റാണ് കേട്ടോ. അതായത് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ലെറ്റർ പറയും, അത് തുടങ്ങുന്ന മലയാളത്തിലെ ലെറ്റർ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ വെച്ചിട്ടുള്ള ഒരു ബൈബിളിലത്തെ വ്യക്തിയുടെ പേര് പറയണം, അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. അത് ഫസ്റ്റ് പറയുന്ന ആൾക്ക് അടുത്ത ചാൻസ് കിട്ടും, അടുത്ത അവസരം കിട്ടും, അത്രേ ഉള്ളൂ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇപ്പോൾ ഉദാഹരണം മറ്റേ പറഞ്ഞു കഴിഞ്ഞാൽ ഹാബേൽ മലയാളത്തിലുള്ള ലെറ്റർ കേട്ടോ. ഇതിലിപ്പോൾ 2 പേര്, ആനേച്ചിയും ജോയ്സും ചേട്ടനും ഫ്രണ്ടിലേക്ക് വാ. ഇല്ലില്ല, അത് ചാൻസ് ഇല്ല. ഓഡിയൻസിനെ നേരത്തെ വിളിച്ചപ്പോൾ വന്നില്ലല്ലോ.
ചോക്ലേറ്റ് ലാസ്റ്റ് ജയിക്കണവർ. അവസാനത്തെ വിന്നറിനാണ് ചോക്ലേറ്റ് കിട്ടുക. ഇപ്പോൾ ഒരു ലെറ്റർ പറയുമ്പോൾ അത് ഫസ്റ്റ് നിങ്ങൾ ഇവർ 2 പേര് മാത്രമേ ഇപ്പോൾ പറയാൻ പാടുള്ളൂ, വേറെ ആരും മിണ്ടരുത് കേട്ടോ. ഓക്കെ. ഇപ്പോൾ ജോയ്സൻ ചേട്ടനും ആനിയേച്ചിയോടുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ഷാ. അപ്പോൾ ജോയ്സൻ ചേട്ടന് പോവാം. ചേച്ചി ബാക്കിൽ പോയി നിന്നോ. അടുത്ത് ലെറ്റർ റാ. റാഹേൽ, നിനക്ക് പോയിരിക്കാം. അടുത്തത് ഗ. നിങ്ങൾ 2 ആളും ലെറ്റർ ന. നിങ്ങൾക്ക് അത് മറ്റേ ക്യൂസ് മാസ്റ്ററുടെ തീരുമാനം അന്തിമമായിരിക്കും. ല. അപ്പം ജയിച്ചോര് വാ. ജയിച്ചോര് നിങ്ങൾ 2 ആളും കേട്ടോ. ഓക്കെ. ബിരിയാണിയുടെ ബാ. ബിരിയാണിയുടെ ബാബ. ബലൂണിൻ്റെ ബാ. അങ്ങനെ പറയാൻ പാടില്ല. പേര് അല്ല, വ്യക്തിയുടെ പേര് പറയണം. അടുത്തത് നിങ്ങൾ 2 ആളോ. നീ മാറുന്നോ. ഓക്കെ. ദയയുടെ ദ. ദീന. ഇനിയിപ്പോൾ അതിനൊറ്റ കയ്യില്. അപ്പോൾ ലാസ്റ്റത്തെ നിങ്ങൾ 3 ആളാ. ഓക്കെ. ഫസ്റ്റ് പറയുന്നവർക്ക് ആ സാധനം കിട്ടും, അവിടുത്തെ ചോക്ലേറ്റ് കിട്ടും. ലെറ്റർ ല. അത് നേരത്തെ പറഞ്ഞതാ, വേറെ പറഞ്ഞു പറ്റാ. ഇത് ക്യാൻസൽ ചെയ്യാം. സോറി. ലെറ്റർ ഓ. അതിനൊക്കെ ആ പ്രൈസ് കൊടുക്കാണ്. എല്ലാവരും കൊതി പറ്റിക്കോ. നല്ല പ്രോഗ്രാമായിരുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്തൊരു ആക്ഷൻ സോങ് കേൾക്കാം. ജുവാൻ സുജിത്തിനെ ക്ഷണിച്ചോളൂ. പുഷ്കമൊന്നും മാറിയില്ല, പുഷ്കമൊട്ടും മാറിയില്ല. പാവം നയമാൻ പാവത്തിൽ കണ്ണു നിറഞ്ഞു. പാവം നയമാൻ പാവത്തിൽ കണ്ണു നിറഞ്ഞു. തിരികെ പോകാം എന്നുരച്ച നയമാൻ. അരുതു ഗുരു കാല് പിടിച്ചു ജാസ്. തിരികെ പോകാം എന്നുരച്ച നയമാൻ. അരുതു ഗുരു കാല് പിടിച്ചു ജാസ്. മുങ്ങിയപ്പോൾ എല്ലാം സുന്ദരമേ. 7-ാം വട്ടം മുങ്ങിയപ്പോൾ പാവം നയമാൻ പാവത്തിൽ കണ്ണു നിറഞ്ഞു.
അടുത്ത പ്രാവശ്യം ശരിയാക്കാം. അടുത്ത ഒരു ഫാമിലി സോങ് കേൾക്കാം. ജിൻ ജോയ്സിനെ ക്ഷണിക്കും.
ഒരു ഫാമിലി സോങ് കേൾപ്പാനായിട്ട് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. അതിമനോഹരമായിരുന്നു. നമ്മുടെ അടുത്ത പ്രോഗ്രാം ആശംസ സന്ദേശ അധ്യക്ഷനാണ്. ഇവിടുത്തെ പ്രോഗ്രാമുകളെല്ലാം ഏറ്റവും നന്നായിരുന്നു. ഒന്നുകൂടിയും ഒന്നും കൂടി മനോഹരമാക്കാം. അതിന് നമ്മളെല്ലാവരും പരിശ്രമിക്കണം. ചെറിയവരും വലിയവരും തന്നെ ഇതിന് മുൻകൈയെടുത്ത് മുൻപോട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുതന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ PAP ഏറ്റവും അനുഗ്രഹമായി നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവം ചെയ്തെല്ലാ നന്മകൾക്കും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ പ്രോഗ്രാമുകളെല്ലാം നമ്മുടെ PAP മെമ്പേഴ്സ് എല്ലാം കടന്നുപോയി നന്നായി പ്രോഗ്രാമെല്ലാം ചെയ്തു. ഫസ്റ്റും സെക്കൻഡും എല്ലാം മേടിച്ചു. ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ PAP ഏറ്റവും അനുഗ്രഹമായി തീർക്കണം. നമുക്ക് സമയങ്ങൾ വളരെ കുറവാണുള്ളത്. എന്നാൽ തന്നെയും നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം അതിമനോഹരമായിരുന്നു. ദൈവം നമ്മളെ സഹായിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം കരുതിയിട്ടുണ്ട്. അപ്പോൾ പങ്കെടുത്ത എല്ലാവരും മുന്നിലേക്ക് വന്ന് പാസ്റ്റർ ചെയ്യുന്ന സമ്മാനങ്ങളാണ്. പ്രൈസ് ലോർഡ്. എന്തായാലും നമ്മുടെ ചർച്ചിലെ PAP ചെയ്തൊരു വലിയ പ്രത്യേകതയാണ്, ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും പ്രൈസ് കൊടുക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. വളരെ നന്നായിട്ട് നമ്മുടെ PAPയുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കട്ടെ, കൂടിവരവുകൾ നടക്കട്ടെ. ഫാമിലി സോങ്ങിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചിരുന്നു. ഇന്നത്തെ ഫാമിലി സോങ് വളരെ നന്നായിരുന്നു. ഞാൻ വിചാരിച്ച സഭയുടെ വൈസ് പ്രസിഡൻ്റ് ആൻഡ് ടീമായിരിക്കുമെന്ന്. ആ ഒരു ഓർഡറാണ് ഞാൻ പറഞ്ഞിരുന്നത്. കാരണം പ്രസിഡൻറ്റ് കഴിഞ്ഞവന് വൈസ് പ്രസിഡൻറ്റ്, ആ ഓർഡർ അത് നിലനിർത്തുന്നത് നന്നായിരിക്കും. ഇന്നത്തെ ഫാമിലി സോങ് വളരെ നന്നായിരുന്നു. അപ്പോൾ ഇനി ഫാമിലി ആകാനുള്ളവരുടെ മുന്നറിയിപ്പും കൂടെ ഉണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചോണം. വളരെ നന്നായിരുന്നു. ഇന്നത്തെ PAP പ്രോഗ്രാമിൽ പ്രായം കുറഞ്ഞ ഒരു PAP അംഗം ഒരു പഴയ പാട്ട് പാടി ഇവിടെ സ്റ്റേജിൽ വന്ന്, മനസ്സിലായല്ലോ. നമ്മുടെ ജോയ് ജോസഫ് അച്ചാനെ വളരെ നന്നായിരുന്നു. പഴയൊരു പാട്ടാണ്. ഇവിടെ ചെറുപ്പക്കാർക്ക് യൗവനക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള പ്രായമുള്ളവർ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നത് ഒരു പ്രചോദനമാണ്. എല്ലാ പ്രോഗ്രാംസും വളരെ നന്നായിരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്ന് ശ്രദ്ധിക്കുക, പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ പോകുന്നു. ഇന്ന് ദയവായിട്ട് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക്, കമ്മിറ്റി അംഗങ്ങൾ തീർച്ചയായും 3 മണി കഴിയുന്നതോടുകൂടെ എത്തിച്ചേരണം. നമ്മുടെ സഭാ കമ്മിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ ഓർപ്പിച്ചല്ലോ. വൈകിട്ട് നമ്മുടെ മീറ്റിംഗ് സാധാരണ 6 മണിക്കാണ് കോട്ടേജ് മീറ്റിംഗ് നടന്നിരുന്നത്. എന്നാൽ ഇന്നത്തെ കമ്മിറ്റിയൊക്കെ ഉള്ളതുകൊണ്ടാണ് 6:30 ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് 6 മണിക്ക് സ്വന്തം വാഹനം ഇല്ലാത്തവർക്ക് ഇവിടെ ഉള്ള വാഹന ക്രമീകരണങ്ങളിൽ ആ കാര്യം ശ്രദ്ധിക്കണം. എല്ലാവരും പോകാൻ ഉത്സാഹിക്കുക. നമ്മുടെ ജേക്കബ് ചാനക്ക് ദൈവം കൊടുത്ത പുതുതായിട്ട് ഒരു പണിത ആ വീടിൻ്റെ ഡെഡിക്കേഷൻ കഴിഞ്ഞെങ്കിലും സഭയായുള്ള ഒന്നിച്ചുള്ള പ്രാർത്ഥനയാണ്. എല്ലാവരും ആത്മാർത്ഥമായി അതിൽ സംബന്ധിപ്പാൻ ഓർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചതുകൊണ്ട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സഭായുഗത്തിന് ശേഷം PAP മീറ്റിംഗായി കൂടുവാൻ ദൈവം തന്ന അവസരത്തിനായി സ്തുതിക്കുന്നു. പ്രോഗ്രാംസ് നിർവഹിച്ച നിൻ്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പേരുപേരായി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ PAPയുടെ പ്രവർത്തനങ്ങൾ, കൂടിവരവുകളെ എല്ലാവരെയും ഓർക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുത്ത ടാലൻ്റ് ടെസ്റ്റിലുള്ള വിജയത്തിനായി സ്തോത്രം. സ്റ്റേറ്റിലേക്ക് അവർ പോകാനും അതിൽ നല്ല റിസൾട്ട് ലഭിക്കാനും കർത്താവ് ഇടയാക്കണം. അങ്ങയുടെ നാമത്തെയും മാനിച്ചർപ്പിച്ച സ്തോത്ര കാഴ്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ രാജ്യത്തിൻ്റെ കെട്ടുമണിക്കാരനുമായി തിരുവാൻ ഇടയാക്കണമേ. ഞങ്ങളിപ്പോൾ സമാധാനത്തോട് കിടന്നു പോകട്ടെ. തിരുകൃപയിൽ മറയ്ക്കും. തമ്മിൽ കാണുവോളോ ഇമ്മാനുവേലിൻ്റെ ചിറകിടയിൽ സൂക്ഷിക്കും. യേശു കർത്താവിൻ്റെ നാമത്തിൽ പിതാവേ, പ്രാർത്ഥന കേൾക്കുമാറാകണമേ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്ക അടിയാരെ യഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരനെ, വന്ദനം നിനക്കാമേ. ആമേൻ. മനസ്സലിം വന്ദനം. പിതൃപരിശുദ്ധാത്മത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൂട്ടായ്മയും കാവലും നാം ഓർത്ത് പ്രാർത്ഥിച്ച ആ സമസ്ത വിഷയങ്ങളോട് ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട്, ഓൺലൈനിൽ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും
ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ മടങ്ങി വരവരുണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുവേശു മൂലം ഈ പകലിൽ നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ, ആമേൻ, ആമേൻ.